നമസ്കാരം, എൻ്റെ പേര് അരുൺ കുമാർ. ഞാൻ കോമ്പറ്റിറ്റീവ് ക്രാക്കറിലെ KS മലയാളത്തിൻ്റെ ഫാക്കൾട്ടിയാണ്. നിങ്ങൾ KSന് വേണ്ടി ഉത്സാഹിച്ച് പഠിക്കുകയായിരിക്കുമല്ലോ. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷാർത്ഥികളായിട്ടുള്ള നിങ്ങൾക്ക് ഒരു പ്രചോദനം ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യം പറയാം. നമ്മൾ ഈ KS, IAS എന്നൊക്കെ പറയുന്നത് കേവലം ഒരു ജോലിയല്ലല്ലോ, അല്ലേ? ഒരു സർവീസ് സെക്ടറാണ്. നിങ്ങൾ പബ്ലിക് സെർവൻ്റായി മാറുകയാണല്ലോ. എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുജനങ്ങളെ കൃത്യമായി സേവിക്കാനുള്ള, അവരുടെ ജീവിതാവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കാര്യക്ഷമമായി ആത്മാർത്ഥമായി പ്രവർത്തിക്കാനുള്ള ഒരു വലിയ പ്രവർത്തന മേഖലയാണ്. വലിയ ഉത്തരവാദിത്തമുള്ള, ആത്മാർത്ഥതയും സത്യസന്ധതയും ഒക്കെ കൃത്യമായി പുലർത്തേണ്ട ഒരു വലിയ പ്രവർത്തന മേഖലയാണ്. അപ്പോൾ സേവനമാണ് അതിൻ്റെ ഒരു അടിത്തറ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു ചോദ്യം ഉന്നയിക്കാം. ആളുകളെയൊക്കെ സേവിക്കാൻ KSും IASും IPSും ഒക്കെ ആവേണ്ട ആവശ്യകതയുണ്ടോ? അല്ലാതെ നമുക്ക് സേവിച്ചൂടെ, അല്ലേ? ഇപ്പം ഈ പറഞ്ഞ തലങ്ങളിലേക്കൊന്നും എത്താതെ തന്നെയും ആളുകളുടെ പ്രശ്നങ്ങൾ നമുക്ക് ഇടപെടാം, മറ്റുള്ളവരെ സഹായിക്കാം, അവരുടെ വേദനകൾ ഉൾക്കൊള്ളാം, അവരുടെ വേദനയിൽ പങ്കുചേരാം, നമ്മളെ കൊണ്ടാകുന്ന വിധത്തിലുള്ള സാമ്പത്തികമായ സഹായങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കാം. പക്ഷേ ഏതൊരു സ്റ്റേറ്റിലും ഏതൊരു മനുഷ്യജീവിയും അനുഭവിക്കുന്ന അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ആ സ്റ്റേറ്റ് വലിയ ഉത്തരവാദിയാണ്, അല്ലേ? സ്വാഭാവികമായിട്ടും അത് സ്റ്റേറ്റിൻ്റെ അധികാരത്തിൻ്റെ ഉത്തരവാദിത്ത പ്രശ്നമായിട്ട് കൂടി മാറുന്നു. അപ്പോൾ നിയമസംബന്ധമായ രീതിയിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് കഴിഞ്ഞാൽ അവിടെയാണ് നിങ്ങൾ ഇത്തരം സെക്ടറുകളിലേക്ക് കയറാതെ ഒരു സാധാരണ നിലയിൽ സേവനമനുഷ്ഠിക്കുന്നതും ഇത്തരം പ്രവർത്തന മേഖലയിലേക്ക് കയറിക്കൊണ്ട് പൊതുജനങ്ങളെ സേവിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. KSും IASും ഒന്നും ആകാതെ നിങ്ങൾക്ക് ആളുകളെ സേവിക്കാം, ആളുകളുടെ പ്രശ്നങ്ങൾ ഇടപെടാം. അവിടെ നിയമം എന്ന് പറയുന്നൊരു പരിരക്ഷ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ KSോ IASോ IPSോ ആയിക്കൊണ്ട് നിങ്ങൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, ഒരു സ്റ്റേറ്റിനകത്ത് ഒരാളുടെ പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ നിങ്ങൾക്ക് നിയമത്തിൻ്റെ പിൻബലമുണ്ട്, നിയമത്തിൻ്റെ സാധുതകളുണ്ട്, അതിൻ്റെ പരിരക്ഷയുണ്ട്. മറ്റേയാൾ ചെയ്യുന്നതിനേക്കാൾ കുറെ കൂടെ വേഗത്തിൽ ഒരുപക്ഷെ ഈ പബ്ലിക് സെക്ടറിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് അയാളുടെ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ വ്യത്യാസം നിയമത്തിൻ്റെ പരിരക്ഷയും പിൻബലവും ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു പവറുണ്ട്. ഒരുപക്ഷെ ഒരു ഫയലിൽ, ഒരു ഡോക്യുമെന്റിൽ നിങ്ങൾ വെക്കുന്ന ഒപ്പായിരിക്കാം ഒരാളുടെ ജീവിതത്തെ, അല്ലെങ്കിൽ ഒരു പ്രത്യേക സമൂഹത്തിൻ്റെ ജീവിതത്തെ ഒക്കെ മാറ്റിമറിക്കുന്നത്. അതിൻ്റെ ഉദാഹരണം, തമിഴ്നാട്ടിലെ മലയാളി കളക്ടറായിട്ടുള്ള, സബ് കളക്ടറായിട്ടുള്ള വിഷ്ണുവിൻ്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വിഷയമായിരിക്കുമല്ലോ. ഞാനതിലേക്കൊന്നും പോകുന്നില്ല. ആ കോളനിയിലുണ്ടായിരുന്ന ആളുകൾ, അവർക്ക് കാലാകാലങ്ങളായി കിട്ടാതിരുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പലരും വന്നു പോയിട്ടും കിട്ടാതെ വന്നു. അവസാനം വിഷ്ണു എന്ന മലയാളിയായിട്ടുള്ള ഒരു കളക്ടർ, സബ് കളക്ടർ ഉണ്ടായി വരുന്നു. അദ്ദേഹത്തിന് നിവേദനം കൊടുത്തു. അദ്ദേഹത്തിൻ്റെ അവിശ്രാന്തമായ പരിശ്രമത്തിനൊടുവിൽ ആ കോളനിയിലെ നിവാസികൾക്ക് അവരാഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിച്ചു. ആ കോളനിയിലെ നിവാസികൾ വിഷ്ണുവിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതുള്ള ചരിത്രമാണ് നമുക്കറിയാം, അല്ലേ? സാധാരണ നിലയിൽ എന്ത് ചെയ്യാൻ പറ്റും? മധുരം കൊടുക്കാം, ലഡു കൊടുക്കാം, അല്ലേ? തമിഴിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ കാലിൽ വീഴും, കെട്ടിപ്പിടിക്കും, കരയാം, അല്ലേ? സന്തോഷത്തിൻ്റെ പലതരത്തിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കാം. അതൊക്കെ നല്ലതാണെങ്കിൽ തന്നെയും അതിനൊക്കെ ഒരു നൈമിഷികമല്ലേ? ചരിത്രത്തിൻ്റെ ഭാഗമായത് എങ്ങനെയാ? ആ കോളനിക്ക് അവരൊരു പേരിട്ടു, വിഷ്ണു നഗർ. നോക്കൂ, നാളെ ആ കോളനിയിലുള്ള പലരും കാലം ചെയ്തു പോവും, മരിച്ചു പോവും, പുതിയ തലമുറകൾ വരും. വിഷ്ണുവിൻ്റെ വരാൻ പോകുന്ന തലമുറകളൊക്കെ മാറിപ്പോകും. അപ്പോഴും ചരിത്രത്തിൽ ആ പേരങ്ങനെ തന്നെ കിടക്കും, വിഷ്ണു നഗർ.
ഇങ്ങനെയായി തീരാൻ നിങ്ങൾക്ക് നിയമത്തിൻ്റെ പിൻബലം നിങ്ങളെ സംരക്ഷിക്കും. അവിടെയാണ് ഇത്തരം പബ്ലിക് സെക്ടറിലേക്ക് കയറിക്കൊണ്ട് മത്സര പരീക്ഷകളിലൂടെ കഷ്ടപ്പെട്ട് പഠിച്ച് കയറിക്കൊണ്ട് പൊതുജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അവർക്ക് വേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവരുടെ അവകാശങ്ങൾ കൃത്യമായിട്ട് അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇനിയും KS വേണ്ടി പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ, ഈ സമൂഹത്തിൻ്റെ ഭാഗമായി ജീവിക്കുന്ന വ്യക്തികൾ എന്ന നിലയിൽ നിങ്ങൾക്ക് KS എന്ന പരീക്ഷ എഴുതിക്കൊണ്ട് കേരളത്തിൻ്റെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണനിർവഹണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് നിയമത്തിൻ്റെ സാധുതയോടുകൂടി ഇടപെടാം. അതിന് സർക്കാർ നമുക്ക് ഒരുക്കി തന്ന, നമ്മുടെ ഗവൺമെൻറ് ഒരുക്കി തന്ന ഏറ്റവും പരമോന്നതമായിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉന്നതമായ ഒരു പോസ്റ്റാണ് KS, കേരളത്തിൻ്റെ സ്വന്തം IAS എന്ന് നമുക്ക് വിളിക്കാം. കോമ്പറ്റിറ്റീവ് ക്രാക്കർ എന്ന സ്ഥാപനം മത്സര പരീക്ഷകളിൽ ധാരാളം പരീക്ഷാർത്ഥികളെ അവരിഷ്ടപ്പെട്ട, ആഗ്രഹിച്ച ഉന്നതമായ തലങ്ങളിലേക്ക് എത്തിച്ച കോമ്പറ്റിറ്റീവ് ക്രാക്കർ എന്ന സ്ഥാപനം KS വളരെ മികച്ച പരിശീലനം ഒരുക്കുന്നു. സൂപ്പർ 60 എന്ന പേരിട്ടിരിക്കുന്ന, എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഒരു ബാച്ച്, അതാണ് നമ്മുടെ പരിശീലന പദ്ധതിയുടെ പേര്, സൂപ്പർ 60. 60 ദിവസം കൊണ്ട് ദിവസം 2 മണിക്കൂർ വെച്ച് 120 ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഈ മികച്ച പരിശീലനത്തിലൂടെ ലഭിക്കുന്നത്. അതിനകത്ത് മലയാളം ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. ഇപ്പം ഞാൻ കഴിഞ്ഞ 10-14 വർഷമായി സിവിൽ സർവീസ്, UPSC സിവിൽ സർവീസ് മേഖലയിൽ മലയാളം ഐച്ഛികം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. ഇവിടെ KS മലയാളം എടുക്കുന്നു. മുൻ KS പരീക്ഷയ്ക്കും ഞാൻ മലയാളം പഠിപ്പിച്ചിരുന്നു. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ KS കയറിയിട്ടുമുണ്ട്. മലയാളമാണ് എൻ്റെ വിഷയം. നമ്മുടെ സംസ്ഥാനത്തെ ഭരണഭാഷയാണ് മലയാളം, ക്ലാസിക്കൽ ഭാഷയാണ് മലയാളം. നമ്മുടെ ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ മലയാളം സുതാര്യമായി കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം ഓരോ പരീക്ഷാർത്ഥികളും. നിങ്ങൾ നാളെ ഉദ്യോഗം നേടേണ്ടവരാണ്, കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ പ്രിലിമിനറിക്കും മെയിൻസിനും നിങ്ങൾക്ക് മലയാളം ചെറിയ രീതിയിൽ പഠിക്കാനുണ്ട്. മലയാള ഭാഷയും സാഹിത്യവും സംസ്കാരവും അതിൻ്റെ ഉത്ഭവവും പരിണാമവും ചരിത്രവും ഒക്കെ നിങ്ങൾ പഠിക്കുന്നു. ഒപ്പം പ്രിലിമിനറി പരീക്ഷ ആദ്യഘട്ടത്തിൽ മലയാള ഭാഷാ പരിജ്ഞാനം, നിങ്ങൾ മാതൃഭാഷാക്കാരായിട്ടുള്ള മലയാളികളാണെങ്കിലും ഒരുപക്ഷെ നിങ്ങൾ 10ാം ക്ലാസ് വരെയൊക്കെ മലയാളം സാമാന്യമായി പഠിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ. നിങ്ങളിൽ പലരും CBSEയും ICSEയും പോലെയുള്ള സിലബസുകളിൽ പഠിച്ചു വന്നവരായിരിക്കാം. അക്കാഡമിക്കലി ഒരുപക്ഷെ നിങ്ങൾ മലയാളം അത്ര കൊണ്ട് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണമെന്നില്ല. പക്ഷെ KS പോലെയുള്ള പരീക്ഷയ്ക്ക്, ഈ സംസ്ഥാനത്തിൻ്റെ ഭരണനിർവഹണത്തിലേക്ക് നിങ്ങളെ നിശ്ചയിക്കപ്പെടുന്ന ഈ പരീക്ഷയ്ക്ക് മലയാളം നിർബന്ധമായ ഒരു വിഷയമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ വിഷയമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതെങ്ങനെയൊക്കെ പഠിക്കണം, ഏതൊക്കെ രീതിയിൽ പഠിക്കണം, പരീക്ഷ കേന്ദ്രീകൃതമായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ അത് കൈകാര്യം ചെയ്യാമെന്നുള്ളത് വളരെ മികച്ച രീതിയിൽ, വളരെ മികച്ച ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. അതിൽ പ്രിലിമിനറി ആദ്യഘട്ടമായ പരീക്ഷയിൽ മലയാള ഭാഷാ പരിജ്ഞാനം എന്ന തലക്കെട്ടിനടിയിൽ നിങ്ങൾക്ക് എതിർലിംഗം, വിപരീത പദം, പര്യായ പദം, പിരിച്ചെഴുതുക, കൂട്ടിച്ചേർത്തെഴുതുക, പദശുദ്ധി, വാക്യശുദ്ധി, ഭരണഭാഷാ പ്രയോഗങ്ങൾ എന്നിങ്ങനെ കുറേയധികം വിഷയങ്ങൾ പഠിക്കാനുണ്ട്. ഇതൊക്കെ വലിയ കടലാണ്. പക്ഷെ അത്രയും കാര്യങ്ങളൊന്നും നമുക്ക് ക്ലാസ്സിൽ പഠിക്കാൻ കഴിയില്ലെങ്കിൽ പോലും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന നിലപാടിൽ നിന്നുകൊണ്ട് നമുക്ക് കുറേ അധികം കാര്യങ്ങൾ പഠിക്കാനും നിങ്ങളെ കൊണ്ട് അതിൻ്റെ നിരന്തരമായ എക്സസൈസ് ചെയ്യിപ്പിച്ച് ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങളെ പരീക്ഷയ്ക്ക് വിടാനായിട്ട് നമുക്ക് സാധിക്കും. ഞാൻ അതിൻ്റെ ഒരു സാമ്പിൾ ക്ലാസ് നിങ്ങൾക്ക് എടുത്തു തരാൻ പോവാണ്. കോമ്പറ്റിറ്റീവ് ക്രാക്കർ KS മലയാളം പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ലാസിൻ്റെ ഒരു സാമ്പിൾ. പ്രിലിമിനറി പരീക്ഷയ്ക്ക് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും, എങ്ങനെയൊക്കെ നമ്മളതിനെ പ്രതീക്ഷിക്കണം, ഏതൊക്കെ നിലയിൽ അത് കൈകാര്യം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സാമാന്യമായ ഒരു അറിവ് കിട്ടും ഇന്നത്തെ ഈ ഡെമോ ക്ലാസ്സിലൂടെ. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടെ പറയുന്നു, എല്ലാവരും വളരെ ഉത്സാഹിച്ച് പഠിക്കുക. ഇത് നിങ്ങൾ ഒരുമിച്ച് തീർക്കുന്ന ഒരു വിജയമല്ല. അധ്യാപകരായ ഞാനടക്കമുള്ള ഒരു വലിയ അധ്യാപക സമൂഹം
ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, വിഷയങ്ങൾ ഞങ്ങൾ പഠിപ്പിച്ചു തരുന്ന രീതിയിൽ ഞങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നിങ്ങൾ പഠിക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ രണ്ടു കൂട്ടരുടെയും അധ്വാനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ വിജയത്തെ നമ്മൾ കാണുന്നത്, അല്ലേ? എല്ലാം അങ്ങനെ തന്നെയാണ്. ഓക്കെ, നമുക്ക് ആ ക്ലാസ്സിലേക്കൊന്ന് പോവാം. ഞാനിവിടെ ഒരു 10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. കേസ് മലയാളത്തിൻ്റെ. നോക്കൂ, ഇംഗ്ലീഷ് ശൈലിക്ക് തുല്യമായ മലയാള ശൈലി കണ്ടെത്തുക എന്നുള്ളതാണ് തലക്കെട്ട്. ഇങ്ങനൊരു തലക്കെട്ടിൻ്റെ കീഴിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ തരും. അപ്പം ശൈലി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. പഴഞ്ചൊല്ല്, ശൈലി, ഇതൊക്കെ മലയാളത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഇല്ലേ? ശൈലി നമ്മൾ ഒരു സന്ദർഭത്തെ വിശദീകരിച്ച് പറയുന്നതിന് പകരം നമ്മൾ കുറുക്കി പറയാറുണ്ട്, അല്ലേ? അപ്പോൾ ഇംഗ്ലീഷിലും ഇതുപോലുള്ള ശൈലിയുണ്ട്. ലോകത്തുള്ള എല്ലാ ഭാഷകൾക്കും ശൈലിയുണ്ട്. അത് ആ ഭാഷയുടെ ഒരു തനത് സ്വഭാവമാണ്. മലയാളത്തിനും കൃത്യമായ ശൈലികളുണ്ട്. അതായത് ഇവിടെ ഇംഗ്ലീഷിൽ തന്നിരിക്കുന്ന ശൈലിക്ക് തതുല്യമായ മലയാള ശൈലി കണ്ടെത്താനാണ്. ഓക്കെ, നമ്മൾ മലയാളത്തിൽ തന്നെ ഒരു ആശയം തന്നിട്ട് അതിൻ്റെ ശൈലി എന്താണെന്നുള്ളതും ചോദിക്കുന്ന ചോദ്യങ്ങളും വരും. പക്ഷെ ഇതല്ല, ഇവിടെ ഇംഗ്ലീഷിൽ ഒരു ശൈലി തന്നിട്ടുണ്ട്. ആ ശൈലിക്ക് തുല്യമായ ഒരു മലയാള ശൈലി മലയാളത്തിലുണ്ട്. അത് കണ്ടെത്തുക എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഒബ്ജക്റ്റീവാണ്, ഓപ്ഷൻസ് ഉണ്ടാവും. നമുക്ക് നോക്കാം. ടു റൂട്ട് ഔട്ട് എന്നുള്ളതാണ് ആദ്യത്തെ ഇംഗ്ലീഷ് ശൈലി. അതിന് തുല്യമായ മലയാള ശൈലി ഏത്? ഇവിടെ വേര് തപ്പുക, ഉന്മൂലനം ചെയ്യുക, സമഗ്രമായി അടിവേര് തോണ്ടുക, ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. ടു റൂട്ട് ഔട്ട് എന്നുള്ളതാണ് ചോദ്യം. വേര് തപ്പുക, ഉന്മൂലനം ചെയ്യുക, സമഗ്രമായി വേര് തോണ്ടുക, ഇങ്ങനെ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. വേര് തപ്പുക, റൂട്ട് എന്നൊക്കെ അതിനകത്ത് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നും, അല്ലേ? വേര്, അല്ലേ? വേര്, അടിവേര്. അപ്പൊ അടിവേര് തോണ്ടുക എന്നുള്ളതാണോ? ആയിരിക്കാം, ചിന്തിച്ചു പോകാം, അല്ലേ? അല്ല, വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. ടു റൂട്ട് ഔട്ട് എന്നുള്ളതിൻ്റെ ശരിയായ ശൈലി വേര് തപ്പുക എന്നുള്ളതല്ല, സമഗ്രമായി എന്നുള്ളതുമല്ല. അടിവേര് തോണ്ടുക, അതാണോ നമുക്കൊരു സംശയം തോന്നും, അല്ലേ? അതുമല്ല. ഉത്തരം ബി ആണ്, ഉന്മൂലനം ചെയ്യുക. നിങ്ങൾ ഡോക്ടർ BR അംബേദ്കറിന്റെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന പുസ്തകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും, വായിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളിൽ പലരും. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്താ? അനിഹിലേഷൻ എന്ന വാക്കിന് അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഉത്തരം ഉന്മൂലനം എന്നാണ്. ഉന്മൂലനം, ജാതിയുടെ ഉന്മൂലനം. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, ജാതിയുടെ ഉന്മൂലനം, ജാതിയെ ഉന്മൂലനം ചെയ്യുക. ഇവിടെ ആ വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കൂ, അതാണ് ശൈലിയുടെ പ്രത്യേകത. അനിഹിലേഷൻ എന്നൊരു വാക്കൊന്നും ഇവിടെ നമ്മൾ കാണുന്നില്ല, അല്ലേ? പകരം ഒരു ശൈലിയാണ്, ഇതൊരു പ്രയോഗമാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ശൈലി ഒരു പ്രയോഗമാണ്. അത് തന്നിരിക്കുന്ന വാക്കുകളുടെ നമുക്കറിയാവുന്ന അർത്ഥത്തെ അതേപടി ധ്വനിപ്പിക്കുന്നതായിരിക്കില്ല. അത് മനസ്സിലാക്കുക. അപ്പോൾ ടു റൂട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ ഉന്മൂലനം ചെയ്യുക, അപ്പാടെ നശിപ്പിക്കുക, സമൂലമില്ലാതാക്കുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? അതാണ് ഉന്മൂലനം ചെയ്യുക. അടിക്കാടി വെട്ടുക എന്നൊക്കെ പറയും, പല രീതിയിൽ ഉപയോഗിക്കാം. പക്ഷേ ഇതിന്റെ ശരിയായ ഉചിതമായ ശൈലി ഏതാണെന്നാണ് ചോദിക്കുന്നത്. അടിവേര് തോണ്ടുക എന്ന് പറഞ്ഞാലും ശരിയാവില്ലേ? ഉത്തരമല്ലേ? അല്ല. ഉചിതമായ ശൈലി അത് ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ഉചിതമായ ശൈലി. രണ്ടാമത്തത് അണ്ടർ ദി ഓസ്പൈസസ് ഓഫ്. അണ്ടർ ദി ഓസ്പൈസസ് ഓഫ് മറ്റൊരു ശൈലി. ഇവിടെ സാന്നിധ്യത്തിൽ, ആഭിമുഖ്യത്തിൽ, സന്ദർഭത്തിൽ, നേതൃത്വത്തിൽ എന്നിങ്ങനെ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അണ്ടർ ദി ഔസ്പൈസസ് ഓഫ് എന്താണ്? സാന്നിധ്യത്തിലാണോ, ആഭിമുഖ്യത്തിൽ എന്നുള്ളതാണോ, സന്ദർഭത്തിൽ എന്നുള്ളതാണോ, അതോ നേതൃത്വത്തിൽ എന്നുള്ളതാണോ? ശരിയായ ശൈലി ബി ആണ്, ആഭിമുഖ്യത്തിൽ. അണ്ടർ ദി ഔസ്പൈസസ് ഓഫ് എന്ന് പറഞ്ഞാൽ
ആഭിമുഖ്യത്തിൽ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്തത് ആംസ് ഫോക്ക്, മറ്റൊരു ശൈലി. ആംസ് ഫോക്ക്, നാടോടികൾ, നന്നങ്ങാടികൾ, ഭിക്ഷാന്തേഹികൾ, നായാടികൾ. ആംസ് ഫോക്ക്. ഫോക്ക് എന്ന് പറയുമ്പോൾ നാടോടി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവും അല്ലേ? അപ്പൊ നാടോടികളാണോ ആംസ് ഫോക്ക്? നന്നങ്ങാടികളാണോ? അതോ ഭിക്ഷാന്തേഹികളാണോ? അതോ നായാടികളാണോ? ഏതാണ് ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഭിക്ഷാന്തേഹികൾ എന്നുള്ളതാണ്. നാടോടികൾ എന്താ നമുക്കറിയാം അല്ലേ? നന്നങ്ങാടികൾ എന്ന് പറഞ്ഞാൽ എന്താ? പ്രാചീന കാലഘട്ടത്തിൽ ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ അടക്കം ചെയ്യാൻ വേണ്ടി അടക്കം ചെയ്ത് സൂക്ഷിച്ചിരുന്ന വലിയ മൺഭരണികളെ വിളിക്കുന്ന പേരാണ് നന്നങ്ങാടികൾ. നിങ്ങൾക്കറിയാം, നിങ്ങൾ കേരള ചരിത്രമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വായിച്ചിട്ടുണ്ടായിരിക്കും. നായാടികൾ, ഭിക്ഷാന്തേഹികൾ. ഉത്തരം ആംസ് ഫോക്ക് എന്ന് പറഞ്ഞാൽ ഉത്തരം ശൈലി, ശരിയായ ശൈലി, ഉചിതമായ ശൈലി ഭിക്ഷാന്തേഹികൾ എന്നുള്ളതാണ്. ടു ഈറ്റ് ദ ഹംബിൾ പൈ. മറ്റൊരു ചോദ്യം. ടു ഈറ്റ് ദ ഹംബിൾ പൈ. അടിപണിയുക, തിന്നടം കുത്തുക, കൊടിയ ദാരിദ്ര്യം, നന്ദികേട് കാണിക്കുക. ടു ഈറ്റ് ദ ഹംബിൾ പൈ. എന്താണ് ശരിയായ ശൈലി? അടിപണിയുക എന്നുള്ളതാണ് ശരിയായ ശൈലി. തിന്നടം കുത്തുകയല്ല, കൊടിയ ദാരിദ്ര്യമല്ല, നന്ദികേട് കാണിക്കുകയല്ല, അടിപണിയുക എന്നുള്ളതാണ് ശരിയായ ശൈലി. കാസിൽ ഇൻ ദ എയർ, മറ്റൊരു ശൈലി. കാസിൽ ഇൻ ദ എയർ, വായുഗമനം, ആകാശക്കോട്ട, മേഘപാളി, ആകാശവാതിൽ. ഏതാണ് കാസിൽ ഇൻ ദ എയർ? ശരിയായിട്ടുള്ള ഉചിതമായിട്ടുള്ള ശൈലി ഏതാണ്? വായുഗമനമല്ല, മേഘപാളിയല്ല, ആകാശവാതിലല്ല, ആകാശക്കോട്ടയാണ് ശരിയായ ശൈലി. അടുത്തത് പദശുദ്ധി. അപ്പൊ അത്രയും ശൈലിയാണ്, മനസ്സിലാക്കുക. അടുത്തത് പദശുദ്ധി കണ്ടെത്തുക എന്നുള്ളതാണ്. പദശുദ്ധി. ഇത് ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് തരുന്നത് ഒരു വാക്കിന്റെ അക്ഷരങ്ങൾ, ഒരു വാക്കിനകത്തുള്ള അക്ഷരങ്ങൾ തെറ്റിച്ചു തരും. ഇപ്പൊ നമ്മുടെ മലയാളം ഒരു അക്ഷരനിർമ്മിതമായ ഭാഷയാണ്. ഇംഗ്ലീഷ് ഒരു ഫോണറ്റിക്സ് ലാംഗ്വേജ് ആണ്, ശബ്ദനിർമ്മിതമായ ഭാഷയാണ്. മലയാളത്തിൽ ഓരോ അക്ഷരങ്ങൾക്കും കൃത്യമായ ഉച്ചാരണവുമുണ്ട്, ഓരോ അക്ഷരങ്ങൾക്കും കൃത്യമായ ലിപിയുമുണ്ട് അല്ലേ? നമ്മൾ എഴുതുന്നത് പോലെ വായിക്കുന്നവരാ. ഇപ്പൊ CAT എന്ന് എഴുതിയിട്ട് ക്യാറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ വായിക്കുക. എന്തുകൊണ്ടാണ്? അതൊരു ഫോണറ്റിക്സ് ലാംഗ്വേജ് ആയതുകൊണ്ടാണ് അല്ലേ? നമ്മൾ പൂച്ച എന്ന് എഴുതുകയും പൂച്ച എന്ന് വായിക്കുകയും ചെയ്യുന്നു. കാരണം പാ എന്ന അക്ഷരത്തെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് കൃത്യമായ ലിപിയുണ്ട്. പായ്ക്ക് പാ എന്ന് നമ്മൾ ഉച്ചരിക്കുന്ന ഒരു ഉച്ചാരണമുണ്ട് അല്ലേ? അതുകൊണ്ട് അത് കൃത്യമായിട്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ പ്രത്യേകിച്ച് വ്യഞ്ജനാക്ഷരങ്ങൾക്ക് ചെറിയ ഉച്ചാരണ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഓരോ അക്ഷരത്തിനും കൃത്യമായ ഉച്ചാരണമുണ്ട്, ഉച്ചാരണ വ്യത്യാസങ്ങളുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സദൃശ്യമായിട്ടുള്ള ഒട്ടനവധി പദങ്ങളുണ്ട് നമ്മുടെ ഭാഷയിൽ. അതിൽ നിന്ന് ശരിയായ അക്ഷരം ഉപയോഗിച്ചുകൊണ്ടുള്ള വാക്കിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ പദശുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കനിഷ്ഠൻ, കനിഷ്ഠൻ ഇങ്ങനെ 4 വാക്കുകൾ തന്നിട്ടുണ്ട്. നോക്കൂ, ഇത് ഓരോന്നും ഉച്ചരിക്കുന്ന ഓരോ രീതിയിലാണ് അല്ലേ? കനിഷ്ഠൻ, മിഠായി, പീഠം എന്നൊക്കെ ഉച്ചരിക്കുന്ന രണ്ടാമത്തെ അക്ഷരമായ, നിങ്ങൾ 0 പോലെ വിളിക്കുന്ന ഈ അക്ഷരം കനിഷ്ഠൻ. രണ്ടാമത്തത് കനിഷ്ഠൻ, മൂന്നാമത്തത് കനിഷ്ഠൻ, നാലാമത്തത് കനിഷ്ഠൻ അല്ലേ? അപ്പൊ ഏതാണ് ശരിയായ ഉത്തരം? ഏതാണ്? കനിഷ്ഠൻ എന്നുള്ളതാണ്. കനിഷ്ഠൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? സഹോദരൻ, അനിയൻ എന്നൊക്കെയാണ് കനിഷ്ഠൻ എന്ന വാക്കിന്റെ അർത്ഥം അല്ലേ? പിന്നെ വരുന്നത് സ്പൃഹണീയം, സ്പൃഗണീയം, സ്പ്രഹണീയം, സ്പ്രഗനീയം. നോക്കൂ, നിങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത വാക്കായിരിക്കാം അല്ലേ? അങ്ങനെയുള്ള വാക്കുകളെ ചോദിക്കുള്ളൂ.
നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകളൊന്നും ചോദിക്കുമെന്ന് വിചാരിക്കരുത് കേട്ടോ. സ്പൃഹണീയം, സ്പൃഗണീയം, സ്പ്രഹണീയം, സ്പ്രഗനീയം, ഇങ്ങനെ 4 വാക്കുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായ പദം സ്പൃഹണീയമാണ്. സ്പൃഹണീയം എന്നുള്ളതാണ് യഥാർത്ഥ വാക്ക്. ഓക്കെ. മറ്റൊന്ന് അർത്ഥവാൻ, അർത്ഥവാൻ, അർദ്ധവാൻ, അർദ്ധവാൻ. അതും പദശുദ്ധി കണ്ടെത്താനാ. അർത്ഥവാൻ, അർത്ഥവാൻ, അർദ്ധവാൻ, അർദ്ധവാൻ. എൻ്റെ ഉച്ചാരണം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോന്നിനും ഓരോ ഉച്ചാരണമാണ് അല്ലേ? ഇതിനകത്ത് ഇതാണ് ശരിയായ ഉത്തരം. എ, അർത്ഥവാൻ. അർത്ഥവാൻ എന്ന് പറഞ്ഞാൽ ധനമുള്ളവൻ, സമ്പത്തുള്ളവൻ, ധനികൻ. നമ്മളൊരു വാക്കിൻ്റെ മീനിങ് എന്നർത്ഥത്തിൽ അർത്ഥം പറയാറുണ്ട്. അർത്ഥം, ഈ താ ഉപയോഗിച്ചുകൊണ്ടുള്ള അർത്ഥം. ധനം, സ്വത്ത്, സമ്പത്ത് എന്നർത്ഥത്തിൽ ഈ 2 അക്ഷരങ്ങൾ വരും, തായും ധായും. അതാണ് അർത്ഥവാൻ. ഇത് അർത്ഥവാൻ, ഇത് അർദ്ധവാൻ, ഇത് അർദ്ധവാൻ. അതാണ് വ്യത്യാസം. മറ്റൊന്ന് അധിക്ഷിപ്തം. അധിക്ഷിപ്തം, അധിക്ഷിപ്തം, അധിക്ഷിപ്ത്വം, അധിക്ഷിപ്ത്വം. കേട്ടോ? അതായത് അധിക്ഷേപിക്കപ്പെട്ടത്, അവഹേളിക്കപ്പെട്ടത് എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഇത്. അധിക്ഷിപ്തം, അതാണ് ശരിയായ പദം. അധിക്ഷിപ്തം, രണ്ടാമത്തെ അധിക്ഷിപ്തമാണ്. അവഹേളിക്കപ്പെട്ടത്, ആക്ഷേപിക്കപ്പെട്ടത്, അധിക്ഷേപിക്കപ്പെട്ടത് എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ പദം. ഓക്കെ. മറ്റൊന്ന് സ്തബ്ധം. സ്തബ്ധം, സ്തബ്ധം, സ്തബ്ധം. ഇത് സ്തബ്ധം, 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 സ്തബ്ധം. ഏതാണ് ശരിയായ പദം? ഏതാണ് ശരിയായ പദം? സ്തബ്ധം. ആദ്യത്തേതാണ് ശരിയായ പദം. സ്തബ്ധം എന്നുള്ളതാണ് ശരിയായ പദം അല്ലേ? അപ്പോ ഇത്രയും കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മലയാളത്തിന് വരിക. പ്രിലിമിനറിക്ക്, ആദ്യത്തെ ഘട്ടമായ പരീക്ഷയായ പ്രിലിമിനറി പരീക്ഷയ്ക്ക് പദശുദ്ധി, വാക്യശുദ്ധി, അതുപോലെ നാമം, വചനം, പിന്നെ കൂട്ടിച്ചേർത്തെഴുതുക, പര്യായപദം, വിപരീത പദം, എതിർലിംഗം, പിരിച്ചെഴുതുക. സന്ധിയില്ല കേട്ടോ. നിങ്ങളിപ്പോൾ ഇതിനകത്ത് പലരും LDC പോലെയുള്ള PSC പരീക്ഷകളൊക്കെ എഴുതിയിട്ടുള്ളവരായിരിക്കാം. അതിനകത്ത് നിങ്ങളെ വലയ്ക്കുന്നൊരു സാധനമാണ് സന്ധികാര്യം, സന്ധി നിർണ്ണയിക്കുക. അതില്ല നിങ്ങൾക്ക്. KS-ന് അതില്ല. ഓക്കെ. ഇവിടെ നിങ്ങളുടെ ഗ്രാമാറ്റിക്കലായിട്ടുള്ള നോളജ് അളക്കുകയല്ല, പകരം നിങ്ങളുടെ ഭാഷാ പരിജ്ഞാനം എന്താണെന്നുള്ള നോക്കുക ചെയ്യുന്നത്. സാധാരണ നിലയിലുള്ള. പിന്നെ പ്രധാനപ്പെട്ടത്, നിങ്ങൾ കേരള സംസ്ഥാനത്തിൻ്റെ ഭരണനിർവഹണത്തിലാകാൻ പോകുന്നവരായതുകൊണ്ട് ഭരണഭാഷാ പ്രയോഗം വളരെ മസ്റ്റാണ്. ഭരണഭാഷാ പ്രയോഗങ്ങൾ അങ്ങനെ സംഗതിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരും. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് സാധാരണ നിലയിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുക. കോമ്പറ്റിറ്റീവ് ക്രാക്കറിൽ KS പരിശീലനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന മലയാളം ക്ലാസ്സിൻ്റെ ഒരു ഡെമോയാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടത്. ഓക്കെ. ഇതിവിടെ കാണിച്ചത് വേറൊന്നിനുമല്ല, ഇതൊക്കെ പറയുന്നതിനും വേറൊന്നുമല്ല. KS-ൻ്റെ സൂപ്പർ 60 എന്ന് പറയുന്ന ബാച്ചിലേക്ക് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം. ഇവിടുത്തെ ക്ലാസ്സുകൾ എത്രത്തോളം മെച്ചപ്പെട്ടതാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയുക. ഓക്കെ. നിങ്ങൾക്ക് എത്രത്തോളം പ്രയോജനപ്പെടും എന്നുള്ളത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അതുകൊണ്ട് മത്സരപരീക്ഷകൾക്ക് കേരളത്തിൽ ഒരു വലിയ അഡ്രസ്സുള്ള ഒരു സ്ഥാപനം എന്ന നിലയിലാണ് കോമ്പറ്റിറ്റീവ് ക്രാക്കറിനെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും KS പോലെയുള്ള ഒരു വലിയ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടും മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് നമ്മൾ പരിശീലനം നടത്തുന്നു. സൂപ്പർ 60 എന്നറിയപ്പെടുന്ന ഈ 120 ലൈവ് ക്ലാസ്സുകളുള്ള ബാച്ചിലേക്ക് നിങ്ങൾ ഓരോ പരീക്ഷാർത്ഥികളും എത്തിച്ചേരുക. ഇവിടെ നിങ്ങൾക്ക് സിലബസ് പ്രകാരമായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. 60
ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സ് എന്ന രീതിയിലാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. 120 ലൈവ് സെഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, അതായത് മുൻ ഒറ്റ കേസ് നടത്തിയിട്ടുള്ളൂ. അപ്പം നേരത്തെയുള്ള പരീക്ഷയുടെ ചോദ്യ വിശകലനങ്ങൾ നിങ്ങൾക്ക് കിട്ടും. റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ക്ലാസ് നടക്കുന്ന സമയത്ത് ജോയിൻ ചെയ്ത് പഠിക്കാൻ കഴിയാത്ത പരീക്ഷാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് പഠിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടും. കൃത്യമായിട്ടുള്ള പേഴ്സണൽ മെന്ററിങ് ഉണ്ടായിരിക്കും. ഇതൊരു മത്സര പരീക്ഷയാണ്, എഴുത്തു പരീക്ഷയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നവരാണ്. പക്ഷേ എക്സാം ഹോളിലേക്ക് ചെല്ലുമ്പോൾ പലരും പാനിക്കായി പോകുന്നവരുണ്ടാകാം. അപ്പോൾ അങ്ങനെ പരീക്ഷാ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളിൽ, എഴുത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷമതകൾ അനുഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടും ഇവിടെ ബന്ധപ്പെടാം. നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് തരുന്നതിനുള്ള, നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള ഫീഡ്ബാക്ക് തരുന്നതിനും നിങ്ങളെ വ്യക്തിഗതമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളും ഈ സൂപ്പർ 60 ബാച്ചിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. മലയാളവുമായി ബന്ധപ്പെട്ട മലയാള ഭാഷാ സാഹിത്യ ചരിത്ര സംസ്കാര സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും ഏത് നിമിഷവും വിളിച്ചു ചോദിച്ചാൽ ഉത്തരം പറയാൻ ഞാനും റെഡിയായിരിക്കും. എന്നെപ്പോലെ ഒരു 10-15 അധ്യാപകർ ഇതിനു വേണ്ടിയിട്ട് ഇവിടെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നിർദ്ദേശങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന വിഷയ അടിസ്ഥാനത്തിലുള്ള മറ്റു കാര്യങ്ങളുമൊക്കെ സ്വീകരിച്ചുകൊണ്ട് സൂപ്പർ 60 ബാച്ചിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് വരുന്ന KS പരീക്ഷയിൽ കോമ്പറ്റിറ്റീവ് ക്രാക്കറിൽ വന്ന് പഠിച്ചിട്ടുള്ള എല്ലാവർക്കും എത്തിച്ചേരത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ, എല്ലാവരും അതിനുള്ള പ്രാപ്തി നേടട്ടെ എന്നുള്ളതാണ്. എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.